പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾക്കു മുന്നിൽ പ്രണാമം. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ ജീവകാരുണ്യ പഞ്ചകം എന്ന കൃതിയിലെ ഒന്നാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. എല്ലാവരും ആത്മസഹോദരരെന്നല്ലേ പറയേണ്ടതിതോർക്കുകിൽ നാം, കൊല്ലുന്നതുമെങ്ങനെ ജീവികളെ തെല്ലും കൃപയറ്റു ഭുജിക്കയതും. എല്ലാവരും ആത്മസഹോദരരെന്നല്ലേ പറയേണ്ടതിതോർക്കുകിൽ നാം, കൊല്ലുന്നതുമെങ്ങനെ ജീവികളെ തെല്ലും കൃപയറ്റു ഭുജിക്കയതും. എല്ലാവരും ആത്മസഹോദരരെന്നല്ലേ പറയേണ്ടത്. ഇതോർക്കുകിൽ നാം ജീവികളെ കൊല്ലുന്നതും തെല്ലും കൃപയറ്റ് ഭുജിക്കയതും എങ്ങനെ? ഇത്തരത്തിലാണ് ഈ ശ്ലോകത്തിലെ പദങ്ങളെ അന്വയിച്ച് പദച്ഛേദം നടത്തി മനസ്സിലാക്കേണ്ടത്. ഇതിൽ പ്രയോഗിക്കപ്പെട്ടിരിക്കുന്നതായ പദങ്ങളെല്ലാം വളരെ ലളിതമായ പദങ്ങളായതുകൊണ്ട് ഇതിൻ്റെ പദാനുപദ അർത്ഥങ്ങൾ വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അല്ലാതെ തന്നെ ഇതെല്ലാവർക്കും മനസ്സിലാകുന്ന ലളിതമായ പദങ്ങളാണ് ഗുരു ഈ ശ്ലോകത്തിൻ്റെ രചനയിൽ സ്വീകരിച്ചിരിക്കുന്നത്. കാണപ്പെടുന്നതൊക്കെയും സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്നീ മൂന്ന് രൂപങ്ങളോട് കൂടിയതും പരമാത്മാവിൽ നിന്നും ഉണ്ടായി അതിൽ തന്നെ ലയിക്കുന്നതുമാകുന്നു എന്നാണ് ഗുരു നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതനുസരിച്ച് സർവജീവികളിലും വർത്തിക്കുന്ന പ്രാണൻ പരമാത്മസത്ത തന്നെയാണ്. ഈ അർത്ഥതലത്തിൽ നിന്നുകൊണ്ട് വിചാരം ചെയ്തു നോക്കിയാൽ സർവജീവികളും ആത്മസഹോദരങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഏതൊരു ജീവിയെ കൊന്നാലും അത് സഹോദരഹത്യയായി ഭവിക്കുന്നു. ഇപ്പം ഇതൊരു താത്വികമായ സത്യമാണ് ഗുരു നമ്മളെ ബോധിപ്പിച്ചിരിക്കുന്നത്. മനുഷ്യനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവയാണ് ലോകത്തുള്ള മറ്റു ജീവികളെല്ലാം എന്നാണ് സെമറ്റിക് മതങ്ങൾ ഉദ്ഘോഷിക്കുന്നത്. അതുകൊണ്ട് ഏതു ജീവിയെയും മനുഷ്യന് കൊന്നു തിന്നാനും ചൂഷണം ചെയ്യാനുമുള്ള അധികാരവും അവകാശവുമുണ്ട് എന്നും സെമറ്റിക് മതങ്ങൾ അനുശാസിക്കുന്നു. അവരുടെ അനുശാസനകൾ അനുസരിക്കാത്ത മനുഷ്യരെയും കൊന്നുകളയണമെന്നാണ് തീവ്ര മതവാദികളുടെ നിലപാട്. ഓർത്തു നോക്കിയാൽ ഈ അനുശാസന നീതിയുക്തമോ സത്യത്തിന് നിരക്കുന്നതോ അല്ല എന്ന് ബോധ്യപ്പെട്ട് കിട്ടുന്നതാണ്. സർവ സൃഷ്ടികളും ദൈവസൃഷ്ടികളാണെന്ന് പഠിപ്പിക്കുന്ന മതങ്ങൾ തന്നെ മനുഷ്യനു വേണ്ടിയാണ് ദൈവം സർവത്തെയും സൃഷ്ടിച്ചിരിക്കുന്നതെന്നും വാദിക്കുന്നു. ഈ നിരർത്ഥകവാദത്തെ നിരാകരിക്കുന്ന നിലപാടാണ് ഭാരതീയ ദർശനശാസ്ത്രങ്ങളിലുള്ളത്. മനുഷ്യൻ ദൈവസൃഷ്ടികളിൽ ഒന്നു മാത്രമാകുന്നു എന്നും മറ്റുള്ള ജീവികൾക്ക് ഇവിടെയുള്ള അവകാശങ്ങളും അധികാരവും മാത്രമേ പ്രകൃതി നിയമത്തിൽ മനുഷ്യർക്കു വേണ്ടിയും ഉള്ളൂ എന്നുമാണ് ഭാരതീയ ദർശനങ്ങൾ പഠിപ്പിക്കുന്നത്. ആധുനിക ഋഷീശ്വരൻ കൂടിയായിരുന്ന ശ്രീനാരായണ ഗുരുദേവനും അതുതന്നെയാണ് പഠിപ്പിച്ചു തരുന്നത്.
ഈശാവാസ്യമിതം സർവം എന്ന ഔപനിഷദ വാക്യത്തെ നെഞ്ചിലേറ്റി ജീവിച്ച ഗുരു അതേ നയമാണ് ഉപദേശിക്കുകയും ചെയ്തത്. സർവജീവികളും ഭൂമിയുടെ അവകാശികളാണ്. ഭൂമിയിൽ എന്തെല്ലാമുണ്ടോ അതിൻ്റെ എല്ലാം അവകാശം ഇവിടെയുള്ള സർവജീവികൾക്കുമുണ്ട്. ആ അവകാശത്തെ നിഷേധിക്കാൻ ആർക്കും അധികാരമില്ല. നമുക്ക് അവകാശപ്പെട്ടത് നമുക്കും അനുഭവിക്കാനുള്ള അവകാശമുണ്ട്. എന്നാൽ അനർഹമായതൊന്നും മോഹിക്കാതെയും അന്യജീവികളുടെ അവകാശങ്ങളെ ഹനിക്കാതെയും അഹിംസാത്മകമായ അതിജീവനകല വികസിപ്പിച്ചെടുത്ത് മുന്നേറാനുള്ള ബാധ്യതയും നമുക്കുണ്ട്. അതാണ് വിവേകികൾക്ക് അഭികാമ്യം. പരസ്പരം കൊന്നും തിന്നും ജീവിക്കുന്ന സംസ്കാരം കിരാതമാണ്. അത് മാനവികതയ്ക്ക് യോജിച്ചതല്ല. സർവജീവികളെയും ആത്മസഹോദരങ്ങളായി കാണാനും സഹവർത്തിത്വം പുലർത്താനും ശീലിക്കുന്നവരാണ് മനുഷ്യഗുണം തികഞ്ഞ മനുഷ്യർ. ഈ അറിവ് ഉൾക്കൊള്ളാനും പ്രയോഗത്തിൽ വരുത്താനും ഓരോരുത്തരും പരമാവധി യത്നിക്കണം എന്നാണ് ഇവിടെ ഉപദേശിക്കപ്പെട്ടിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം പുലരുമാറാകട്ടെ.